അത്ഭുതമൊന്നും തന്നെയില്ല. നോക്കൂ, സതീഷ് കുമാറിന്റെ ടെറസിന് മുകളിൽ ബാരലുകളിൽ കുലച്ചു നിൽക്കുന്ന വാഴകൾക്ക് 7 മാസം പ്രായമേ ഉള്ളൂ. ഗ്രാൻഡ് 9 വാഴകളാണ് നട്ടിരിക്കുന്നത്. ഇതത്ര വലിയ കുലകളൊന്നുമല്ലല്ലോ എന്നാണോ? കുറഞ്ഞ ചെലവ്, കുറഞ്ഞ അധ്വാനം, എന്നിട്ട് ഈ കുലകൾ പോരെ എന്നാവും സതീഷ് കുമാറിന്റെ ചോദ്യം. 25 കിലോ ബാരലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചുവട്ടിൽ നിന്നും 2 ഇഞ്ച് ഉയരെയായി 1 ഇഞ്ച് വ്യാസത്തിൽ 3 ദ്വാരങ്ങൾ നീർവാർച്ചയ്ക്കായി ഉണ്ടാകും. തുല്യ അളവിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി, കോഴിക്കാരം എന്നിവ ചേർത്ത 20 കിലോ മിക്സ്ചർ ബാരലിൽ നിറയ്ക്കും. അതിലാണ് വാഴക്കന്നുകൾ നടുന്നത്. മഴയെ ആശ്രയിച്ചാണ് കൃഷിയെങ്കിലും ഇടയ്ക്കിടെ ചെറിയ തോതിൽ 2 നേരം നനച്ചുകൊടുക്കും. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീ സതീഷ് കുമാർ. അദ്ദേഹം കൃഷിവകുപ്പിലെ സ്റ്റാഫാണ്. ഇവിടെ ടെറസിൽ വാഴക്കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ബാരലിലാണ് ഈ വാഴ കൃഷി ചെയ്തിരിക്കുന്നത്. കാർഷികമേഖലയിൽ പുതിയൊരു ചുവടുവെപ്പാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഫ്ലാറ്റുകളുടെ മുകളിലും അതേപോലെ തന്നെ സ്ഥലം കുറവുള്ളവരുടെ ടെറസിൻ്റെ മുകളിലും നമുക്ക് വാഴക്കൃഷി ചെയ്യാൻ സാധിക്കും എന്ന് ഇദ്ദേഹം തെളിയിച്ചു. ഇതിൻ്റെ പുറകിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നം എങ്ങനെ ഇത് ചെയ്തു എന്ന് അദ്ദേഹം നമ്മളോട് വിവരിക്കും. സതീഷിന് എങ്ങനെയാണ് ഈ കന്നാസിൽ മണ്ണ് നിറച്ചത് ആദ്യം? സാറ്, കോഴിക്കാരം, മണ്ണ്, മണൽ, ചാണകം എല്ലാം കൊണ്ട് 1:1 എന്ന അനുപാതത്തിലാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ മുകളിൽ കന്നാസ് അധികം ഇല്ല, മണ്ണാണ് അതിൻ്റെ മുകളിൽ കയറ്റിയതെല്ലാം കുഴച്ച് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തത്. ഒരു കന്നാസിലെ ഉദ്ദേശം എത്ര കിലോ മണ്ണാണ്? 20 കിലോ മണ്ണേ ഉള്ളൂ സാറേ. 20 കിലോ മണ്ണിൽ തന്നെ നമുക്കിപ്പോൾ 5-6 പടല കിട്ടിയെങ്കിൽ എന്തുണ്ട് സാർ, നമുക്ക് 50 കിലോ ബാരൽ ചെയ്തുകൂടാ? മണ്ണ് മൊത്തം മിക്സ് ചെയ്തിട്ട് ഒരു കുട്ട ചാണകം, ഒരു കുട്ട മണ്ണ്, ഒരു കുട്ട മണൽ, ഒരു കുട്ട കോഴിക്കാരം. അപ്പോൾ ഇതിനാ ചെയ്തിട്ടാണ് ഇതിൽ മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ബാരലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് വളമിടുന്നത്? ആഴ്ചയിൽ ഓരോ പിടി കോഴിക്കാരം ആഡ് ചെയ്ത് കൊടുക്കും. ഇളക്കി കൊടുക്കും. ഇല്ല, വെറുതെ മുകളിലിട്ട് വെള്ളം ഒഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് ഹോൾ ഇട്ടിട്ടുണ്ടോ? സാറേ, 1 ഇഞ്ച് വ്യാസമുള്ള 3 ഹോളുകൾ ഈ സൈഡിൽ, 1 ഇഞ്ച് വ്യാസമുള്ള 3 ഹോൾ ഇട്ടു. അത് അബ്സോർവ് ചെയ്ത് അങ്ങ് പോകും. മഴവെള്ളം വീണാലും പോവും. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലയുടെയും വാഴയൊക്കെ വളർന്നപ്പോഴേ കാറ്റ് മറഞ്ഞു പോകും സാറേ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ തെങ്ങിന്റെ പട്ടിയിൽ അർപ്പിച്ച് ഈ ഇങ്ങനെ സ്റ്റേ കൊടുത്തത്. മറിഞ്ഞാലേ ഒന്നിച്ച് മറിയണം, ആ ഒരു ബലത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു. എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിട്ട്. ഇത് ഉദ്ദേശം എത്ര പടല വരെ? 4, 5, 6 പടല വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട് സാറേ. ഇതിന് മുമ്പ് ഈ വാഴക്കൃഷി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഞാനത് പരീക്ഷണമായിട്ട് വേറെ രീതിയിൽ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ 1-2 ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെയ്തപ്പം അത് വിജയിച്ച് കണ്ടുകൊണ്ട് എനിക്ക് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്തുകൂടാ? നമുക്ക് ഈ ഒരു വാഴ ഉദ്ദേശം എന്ത് ചെലവ് വന്നതാണ്? ഇപ്പം ഇതിന്റെ ബാരലിന്റെ വില 70 രൂപയായിരുന്നു. പക്ഷേ ഇത് ഒരു ക്രോപ്പിലല്ല, നമുക്കിത് ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കാം. 3-4 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ 15 രൂപയാണ് വാഴക്കന്നിന്റെ വില. മണ്ണ് പിന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ചെലവ്. ഇത് വന്ന് കണ്ട് പലരും ഇത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ട്, ചെയ്യാനുള്ള താല്പര്യമുണ്ട്. എന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും, കുവൈറ്റ്, സൗദി, അമേരിക്കയിൽ നിന്ന് പോലും ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കൃഷി രീതിയെക്കുറിച്ചും. അവർക്ക് അത് ചെയ്തു കൊടുക്കാനുള്ള അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. ഇത് വാഴ വെച്ചു, ഇനി അടുത്ത നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി ഇതേപോലെ ചെയ്യാൻ പറ്റുമോ? കാര്യം പപ്പയോ അല്ല, മുരിങ്ങയോ? ഇതിനെക്കാട്ടി ലാഭകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളെ ഇതില്ലേ പപ്പായ, റെഡ് ലേഡി സാറേ, 6 മാസം കൊണ്ട് വിളവെടുത്ത് നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നൊരു വിളവാണ് പപ്പായ, റെഡ് ലേഡി. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആദായമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റെഡ് ലേഡി ചെയ്യാം. ഇപ്പൊ വേറെ എന്തെങ്കിലും വാഴ ഇല്ലാതെ ഇനി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഞാൻ റെഡ് ലേഡി ചെയ്യാൻ പോകുന്നു. അല്ല, റെഡ് ലേഡി എന്ന് പറഞ്ഞാൽ ഇതല്ല, ഈ ബാരൽ ഇപ്പൊ എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചു. ഈ 25 കിലോ ബാരലിൽ 20 കിലോ മണ്ണേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും ചെയ്യാൻ പറ്റി എങ്കിൽ 50 കിലോ ബാരലിൽ എന്തുകൊണ്ട് നമുക്ക് നല്ല കാര്യമായിട്ട് ചെയ്തുകൂടാ? നമുക്ക് ഇതിലെ ഡ്രിപ്പ് കൊടുത്തിട്ട് അതിൽ ഫെർട്ടിഗേഷനും അല്ലെങ്കിൽ ജൈവ രീതിയിൽ വളം കൊടുക്കുന്ന സംവിധാനം ചെയ്താൽ നമുക്ക് കൂടുതൽ വിളവ് കിട്ടിയും അത് നമ്മുടെ പ്രയത്നം കുറയുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ എന്താണോ? ടെറസിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്യാതിരിക്കുകയാണ്
നമുക്ക് ജൈവ രീതിയിൽ തന്നെ ജൈവ രീതിയിൽ വളം കൊടുക്കാൻ സംവിധാനം, ജൈവ രീതിയിലും വളം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ടൈമർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത്ര മണിക്കൂർ കൂടും തുറന്ന് നനച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്യാം. ഫ്ലാറ്റുകളിൽ കൂടുതൽ ഏരിയ ഉള്ളിടത്ത് വേണമെങ്കിൽ അത് സംവിധാനം. സതീഷിന്റെ കാർഷിക ലോകം വിചിത്രം തന്നെ എന്ന് പറയാതിരിക്കാനാവില്ല. ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കും ഈ ബാരൽ വാഴകൃഷി സാധ്യമാണെന്ന് സതീഷ് കുമാർ പറയുമ്പോൾ അത്ഭുതമൊന്നും തോന്നാനില്ല. ഹരിതാഭമങ്ങുന്ന ഭൂതലത്തിൽ നാളത്തെ ഫ്ളാറ്റുകൾ ഉയരുമ്പോൾ സൺഷെയ്ഡുകൾ സതീഷിന്റെ ബാരൽ വാഴകളെ സജ്ജമാക്കാൻ പാകത്തിൽ പണിയുകയില്ല എന്ന് ആര് കണ്ടു? കൂടുതൽ വിവരങ്ങൾക്ക് സതീഷ് കുമാർ സി, മേരി കോട്ടേജ്, ഓൾ സെയിൻസ് കോളേജ്, ബാലനഗർ, കൊച്ചുവേളി, തിരുവനന്തപുരം. ഫോൺ 9495243697.